ഇത് നന്നായിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. അതൊന്ന് കാണിക്കാവോ ചേച്ചി? എനിക്കൊരു സാരി വേണം. അവിടെ ചോദിച്ചാൽ മതി. അവരൊന്നും ശരിയാവില്ല, താൻ തന്നെ എടുത്താൽ മതി. ഈ കളർ അവർക്ക് നന്നായിട്ട് ചേരും. അതും കൂടെ എടുത്തേ. ഇതൊന്ന് വെച്ച് കാണിച്ച്. നീ എന്റെയും കൂടെ ജോലി കളയാനാണോ? ഞാൻ നോക്കാഞ്ഞിട്ടാണോ? നല്ലൊരു ജോലി കിട്ടണ്ടേ? നീ നോക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നാം വിവരം അറിയും. പിന്നെ എടി, എനിക്ക് കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇനി നീയും കൂടെ തുടങ്ങിക്കും. ഇതല്ലേ സാറ് പറഞ്ഞേ? സൂപ്പറാ. സൂപ്പറാ? വില അറിയണോ സാർ? വേണ്ട, വാങ്ങിച്ചു തരാൻ ഉദ്ദേശിച്ചില്ലല്ലോ. തിരിച്ചു പോയി വെക്കുവാണേ. നീ പോയേ. നീ നന്നായിട്ട് ചിരിച്ചേ, നന്നായിട്ട് ചിരിച്ചേ. ആ ഓക്കേ ചേട്ടാ, ഒന്നങ്ങോട്ട് ഇരുന്നേ. ഒന്നുകൂടി ചേർന്നിരിക്കും. ഇനി ആ കൈ എടുത്ത് ചേച്ചിയുടെ തോളത്തുനിന്ന് വെച്ചേ. പിടിക്കട്ടെ. മറ്റേ കൈ വെച്ച് ചേച്ചിയുടെ കയ്യിലൊന്ന് പിടിച്ചോ. ഇനി രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കോ. അങ്ങനെ തന്നെ നിന്നോ. നന്നായിട്ട് ചിരിക്കും. രണ്ടുപേരും നന്നായിട്ട് ചിരിച്ചേ. സ്മൈൽ ചെയ്തേ. എന്തിനാ കരയുന്നേ? എന്റെ മോളല്ലേ, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. 4 ദിവസം കഴിയുമ്പോൾ മക്കൾ വരണോട്ടാ പോട്ടെ. മോളെ, നീ അമ്മച്ചിയുടെ മരുന്നങ്ങ് വാങ്ങിച്ചേക്ക്. ഇത് കഴിഞ്ഞ ഉടനെ പോവാല്ലോ. ഒരുമിച്ച് മേടിച്ചാ പോരെ? ഇല്ല, അതേതാന്ന് അറിയത്തില്ലല്ലോ. തൽക്കാലം ഇത് വാങ്ങിച്ചേക്ക്. ടോംസൂട്ടി, വാ വാ. പേഷ്യന്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഡോക്ടറെ കാണിക്കാൻ.
മാത്യു 90. ലീലാമ്മ 600. ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. ചേഞ്ച് ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? ഞാൻ ഒന്ന് നോക്കട്ടെ. 600. സുഖല്ലേ? നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അഞ്ജു, ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിച്ചോട്ടെ? നിന്റെ ചാച്ചന്റെ വാച്ച് അവള് കൊണ്ടുപോകത്തില്ല. അഴിക്ക്. മോളല്ല പെങ്കൊച്ച. ഹലോ എടി, ഞാൻ വിളിക്കാം. അല്ല, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ചൂട് കൂടുതലാണെങ്കിൽ പറയണേ. കുഴപ്പമില്ലല്ലോ.
അമ്മച്ചി 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 എന്നാ പറ്റി മോളെ? മരുന്ന് അമ്മച്ചി ഒന്ന് പിടിച്ചേ. പിടിക്കാം ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. തന്നെ മോനെ, പതുക്കെ എണീക്ക്. പയ്യെ എന്ന് തുറന്നേ. തുറന്നേ. കിടത്തിക്കോ മോളെ, അതൊക്കെ കിടത്തിക്കോ. ഇല്ല വേദന കുറഞ്ഞ അമ്മച്ചി. തോമസ് കുട്ടി ഉറങ്ങി. അമ്മച്ചി എണീച്ച് വന്ന് കിടക്ക്. മോള് കിടന്നു. അമ്മച്ചി ഇവിടെ ഇച്ചിരി ഇരിക്കട്ടെ. തോമസ് കുട്ടിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതല്ലേ അമ്മച്ചി? പിന്നെ എന്നാ അമ്മച്ചിക്ക് വിഷമം? എനിക്കെന്നാ വിഷമം? മെഡിസിന് ചേരണമെന്നായിരുന്നു എനിക്ക്. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു. വീട്ടുകാർ സമ്മതിച്ചില്ല. 19ാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിട്ടു. 21ാമത്തെ വയസ്സിൽ ഷേബ, 23ാം വയസ്സിൽ തോമസ് കുട്ടി. പിന്നെ എൻ്റെ കെട്ടിയവനും എൻ്റെ മക്കളുമായിരുന്നു എൻ്റെ ലോകം. എന്തൊരു മേളമായിരുന്നു ഇവിടെ. ഇതുങ്ങളെനിക്ക് ചെവിതല കേൾപ്പിക്കത്തില്ല. പിള്ളേര് രണ്ടും കോളേജിൽ പഠിക്കുമ്പോഴാണ് അതുപോലൊരു മഴക്കാലത്ത് ചാച്ചൻ പെട്ടെന്നങ്ങ് പോയി. ഞാനും മക്കളും മാത്രം. എന്നിട്ടൊരു കുറവ് വരാതെ ഞാൻ അവരെ വളർത്തി. ഷേബയെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞപ്പം പിന്നെ അവിടെ കെട്ടിയവനും കുഞ്ഞുമായി അവക്കെല്ലാം. ഞാനും എൻ്റെ മോനും ഇവിടെ. എനിക്കിപ്പോ തോന്നുന്നുണ്ട് കർത്താവിന് എന്റെ സന്തോഷം കണ്ട് എന്നോട് അസൂയാണ്. ഇപ്പൊ എന്റെ മോനും എന്തോരം വേദന അവൻ സഹിക്കുന്നത്. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനില്ല. ഇങ്ങനെ മനസ്സ് വിഷമിച്ച് വയ്യാതാവല്ല അമ്മച്ചി. ഈശോ, ഇത് മൂടി കഴിഞ്ഞു. സാരമില്ല. അമ്മച്ചി മരുന്ന് കൊണ്ട് തരുമ്പോ മടിയില്ലാതെ കഴിച്ചേക്കണം കേട്ടോ. ഞാൻ സന്ധ്യക്ക് മുമ്പ് വരാം. ആ ഇന്നിനി ഇറങ്ങണോ മോളെ? നല്ല മഴക്കാറുണ്ട്. അതെ പിന്നെ അമ്മച്ചി, വെള്ളം ഇന്ന് കയറും നാളെ കയറുന്നു പറഞ്ഞ് നിൽക്കുവാ. നീ വല്ലതും കഴിച്ചോ? ഇല്ലല്ല, ബോട്ടിന് സമയം അമ്മച്ചി. സാരില്ല, ഇരുന്ന് കഴിച്ചേ.
ഒന്ന് മതി. മരുന്ന് സത്തിനെ കൊണ്ട് മേടിപ്പിച്ചാൽ പോരെ? നല്ല ആളാ. വേറെ എന്തെങ്കിലും വേണോ അമ്മച്ചി? ഒന്നും വേണ്ട. എന്തെങ്കിലും വേണേ ഞാൻ സത്തിനെ കൊണ്ട് മേടിപ്പിച്ചോളാം. പിന്നെ നീ അതും ബുക്കെടുത്ത് ഇങ്ങോട്ട് വരേണ്ടി വരും. ഒന്നുകൂടെ കഴിക്കുന്നു. സമയമില്ല അമ്മച്ചി. പയ്യെ കഴിക്ക്. അമ്മച്ചി ആ മരുന്നിന്റെ ലിസ്റ്റ് എവിടെയാ വെച്ചിരിക്കുന്നത്? അകത്തെൻ്റെ ഷെൽഫിലുണ്ട്. അതവിടെ ഇട്ടേച്ച് പോ. പോയിട്ട് വരാം. മോളെ അതല്ല, മോക്കറിയത്തില്ല. അമ്മച്ചി എടുത്തു തരാം. അതിൽ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തേ. ഇതാണോ? അത് തന്നെ. ശരി അമ്മച്ചി. ഓ, വേഗം കേറ്. Rajiv. Name Rajiv. Age 34. Sex. ഏതാടാ? നോക്കറിയത്തില്ലേ? പോയി ചായ ഉണ്ടാക്ക്. ഡ്രൈവേഴ്സ് ലൈസൻസ്. എടാ അഡ്രസ് ഇതാ കൊടുക്കണ്ടേ? രാജീവ്, അഡ്രസ് ഇതാ കൊടുക്കണ്ടേ? കുറച്ച് താറാവ് എടുക്കട്ടെ. എടാ നീ കളിക്കല്ലേ. പുതിയ പാസ്. നീ തന്നെ ഫിൽ ചെയ്തോ. ഇനി ഞാനൊരു ഫുഡ് ട്രക്കിന്റെ പരിപാടി നോക്കുന്നുണ്ട്. അതിനിടയിൽ ജോലിയൊന്നും ശരിയാവത്തില്ല. നീ എപ്പോഴും പറയാറില്ലല്ലേ. എന്നാ പിന്നെ ഇവിടുത്തെ അഡ്രസ് കൊടുക്കും. അല്ല എന്നാ ചെയ്യാൻ. നല്ലൊരു വീടൊക്കെ സെറ്റാക്കിയിട്ട് വേണം അമ്മ അങ്ങോട്ട് കൊണ്ടുവരാൻ. എന്നെ കൊണ്ടുപോയില്ല. നീ ഇല്ലാതെ അതെങ്ങനെ ഒരു വീടാവുന്നത്? എനിക്കെന്തും ഇങ്ങനെ വേണം. ഓ
അപ്പൊ നമുക്ക് അടുക്കള കയറാൻ പരിപാടിയൊന്നും ഇല്ലല്ലേ? അതിശക്തമായ മഴയെ തുടർന്ന് കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മഴ കൂടുതൽ ശക്തിപ്രാപിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സ്കൂളുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാന റോഡുകളിൽ വെള്ളം കയറിയത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ശക്തമായ മഴ തുടർന്നാൽ ഇവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നതിനുള്ള തയ്യാറെടുപ്പിലേക്ക് ആയിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾ മാറണമെന്നുള്ള നിർദ്ദേശം നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിൽ കിടക്കണോ? കുറച്ചു ദിവസം ഷേബയുടെ അവിടെ പോയി നിന്നാലോ? വേണ്ടോ? എന്നവന് ഇവിടെ മതി അമ്മ. ആ മോനിഷ്ടമല്ലേ? വേണ്ട, എന്നാലും ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഓൾറെഡി എന്റെ ചെക്കപ്പിന് സമയമായെന്ന് നോക്ക്. എന്നാ? ഇല്ല, 2 ആഴ്ചയും കൊണ്ടുണ്ട് അമ്മച്ചി. ഓ, മോനെ, അമ്മ ഇത് വെച്ചിട്ട് വരട്ടെ കേട്ടോ. നീ എവിടെ പോയിരുന്നു മോളെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അമ്മച്ചി. എന്നാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? ഇല്ലൊന്നുമില്ലല്ലോ അമ്മച്ചി. എന്നേലും ഉണ്ടേ പറയണേ. ഹലോ, ഞാൻ പ്രഗ്നന്റ് ആണ്. എന്നെ ഒന്നും പറയാത്ത, എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് സമാധാനിക്കും. രാജീവ്, ഞാൻ എങ്ങനെ സമാധാനിക്കണം എന്നാ നീ പറയുന്നേ? എന്തോർത്ത് സമാധാനിക്കണം എന്നാ നീ പറയുന്നേ? അഞ്ജു, എന്തായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് പേടിക്കാൻ. ഞാൻ ഒന്ന് വരുവാ. എനിക്കിനി ഇവിടെ പറ്റത്തില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒന്നും മിണ്ടാത്തെ. എപ്പോഴാണ് നമ്മൾ കാണുന്നേ?
അഞ്ജു, ഹലോ. ഇല്ല മോനെ, ഒന്നും പറ്റത്തില്ല നമുക്ക്. മോളെ വേഗം കയറി മോളെ, വേഗം കയറി. അമ്മ എന്താ റൂമിലോട്ട് പൊക്കോ കേട്ടോ. ഇപ്പൊ ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ വരുമ്പോ സംസാരിക്കും. ഒന്ന് കാണാനൊക്കെ വൈകുന്നേരം കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടേഴ്സ് എന്നാ പറഞ്ഞു? ഇപ്പൊ കുഴപ്പമില്ലെന്നാ പറഞ്ഞ. എന്നെ പറ്റി പെട്ടെന്ന് കൂടാൻ? അമ്മച്ചി മുറി ചെന്നപ്പോ തോമസ് കുട്ടി നിലത്ത് കിടക്കുമായിരുന്നു. വിളിച്ചിട്ടൊട്ട് എഴുന്നേക്കൊന്നുമില്ല. പിന്നെ സത്യനുള്ളത് കൊണ്ട് വേഗം അങ്ങ് എത്തിക്കാൻ പറ്റി. അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ തോമസ് കുട്ടിയും കൊണ്ട് ഞങ്ങളുടെ അവിടെ ഒന്ന് നിൽക്കാൻ. ആ വെള്ളപ്പൊക്കത്തിൽ കിടക്കണമെന്ന് എന്താ ഇത്രയും വാശി? അവൻ അവിടെ നിൽക്കുന്നതാ ഇഷ്ടം. അമ്മയ്ക്ക് എല്ലാത്തിനും ന്യായമുണ്ട്. ഞാൻ പറയണ എന്നേലും അമ്മ കേട്ടിട്ടുണ്ടോ? ചേച്ചി, നീ ആ കുഞ്ഞിനെ കൊണ്ട് ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിക്ക. നീ എന്നെ എന്നോട് പറയുന്നേ? എത്ര മാസമായി? അമ്മച്ചോട്ട് പറയാൻ മടിക്കുന്നത് എന്തിനാ മോളെ? ഒന്നുമില്ല അമ്മച്ചി. കുറച്ചു ദിവസമായി ഞാനും നിന്നെ ശ്രദ്ധിക്കുന്നതാ. എനിക്കൊരു സംശയം ഉണ്ടെന്നേ ഉള്ളൂ. അമ്മച്ചി ഇതാരോട് പറയണ്ട. അതെന്താ? നാളെ തന്നെ ഡോക്ടറെ കാണണം. ഇപ്പോ തോമസ് കുട്ടി ഇങ്ങനെ കിടക്കുവല്ലേ? എന്റെ മോനൂടെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? നീ ഒന്ന് വേഗം വിളിക്ക്. ഇവിടെ എല്ലാരും അറിഞ്ഞു. അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന തോമസ് കുട്ടിയാണെന്നാ. മോളെ, ഇപ്പൊ എന്നേലും ബുദ്ധിമുട്ടുണ്ടോ മോക്ക്? തുടക്കത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നീ എന്നെ എന്നോട് പറയാഞ്ഞേ? പപ്പായ്ക്ക് കട തുറക്കണ്ടായിരുന്നു അന്ന്. ഒരു പയ്യൻ വരുന്നുണ്ട്. ഓ, ആ പെട്ടിക്കട പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ കടയുള്ളതുകൊണ്ടാണ് ഇവിടെ വളർത്തി വലുതാക്കി നല്ല തറവാട്ടി കെട്ടിച്ചുവിടാൻ പറ്റി. നിങ്ങളൊന്ന് നിർത്ത്. അന്ന് ഉടനെ തുടങ്ങും രണ്ടുപേരും. മോക്കമ്മയുടെ ദേഷ്യമാണോ? എന്തിന്? അല്ല, ഞാനല്ലേ കല്യാണത്തിന് നിർബന്ധിച്ചേ. അതിനിങ്ങനെയൊക്കെ വരുന്ന ആരും ഉണ്ടോ? എന്ന് ലീലാമ്മ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തീയ വീണേ. നിനക്കൊന്ന് ശ്രദ്ധിച്ചു കൂടായിരുന്നോ? ആ, തോമസുട്ടി കണ്ണുറന്നു. ഡോക്ടർ കയറി കണ്ടോളാൻ പറഞ്ഞു. അതെ. പെട്ടെന്ന് വാ. അയ്യോ, അങ്ങനെയല്ല അഞ്ജുമാൻ. ഇങ്ങോട്ട് നോക്കട്ടെ.
എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാണ്. ഈ കുഞ്ഞ് നല്ലതേ വരുത്തത്തുള്ളൂ എല്ലാവർക്കും. മോള് തന്നെ അവനോട് പറയണം കേട്ടോ. വയ്യാതിരിക്കുമല്ലേ അമ്മച്ചി, ഇതന്നെ പറയണോ? ഇപ്പൊ തന്നെ പറയണം. അവന്റെ കുഞ്ഞിന്റെ കാര്യം കേൾക്കും വലിയ സന്തോഷമാവും. ജീവിക്കണമെന്ന് തോന്നുമ്പം വേഗം സുഖമാവും. നീ തന്നെ പറയണം. കയറി കാണാം കേട്ടോ. ഓ നമ്മളെ മോനെ വേദനയൊന്നുമില്ലല്ലോ? എല്ലാം കഴിച്ചോ? നിന്നെ നോക്കുന്നേ. പറ എന്നാ ശ്വാസം മുട്ടുന്നു? ശ്വാസം മുട്ടുന്നോ? ഒന്നുമില്ല 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 മോനെ, ഒന്നുമില്ല ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല. അമ്മയുടെ ഉണ്ട് കർത്താവേ. ഒന്നുമില്ല ഒന്നുമില്ല മോനെ, അമ്മ ഇവിടെ ഉണ്ട്. അമ്മയുടെ ഉണ്ട്, ഒന്നും പേടിക്കണ്ട. അമ്മ ഉണ്ട് ഇവിടെ. തോമസുട്ടി, തോമസുട്ടി. അഞ്ജുമായി, എനിക്ക് എന്റെ വീട്ടിൽ പോണം. നമുക്ക് തോമസുട്ടി അങ്കിളിന് ഇഷ്ടമില്ലേ? ആ. അങ്കിളിന് വേണ്ടി കുറച്ച് ദിവസം കാക്കാൻ മേലെ. എത്ര ദിവസം വരെ? ഈ വെള്ളം താഴ്ന്നിടം വരെ. അതിന് വെള്ളം എപ്പ താഴും? വെള്ളം മോള് പ്രാർത്ഥിച്ചാ മതി, നല്ല വേഗം താഴും. തോമസ് കുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടാവും.
അതാ അടക്കം നടത്താൻ പറ്റാത്ത. പിന്നെ ഇപ്പൊ ഒറ്റ ദിവസം മഴ പെയ്താൽ മതി, അപ്പൊ വെള്ളം മുഖത്തില്ലേ. ഇതെല്ലാം കുടിക്കില്ലാന്ന് എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ബാക്കി ഞാൻ ചെയ്തു. അഞ്ചു എനിക്ക് പയ്യ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? പതുക്കെ കുറച്ചേരം ഒന്നെടുത്ത് കുടിക്കും. അമ്മച്ചി പൊക്കോ, എനിക്ക് കുഴപ്പമില്ല. ഈ സമയത്ത് ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ തോമസ് കുട്ടി എന്നോട് ചോദിക്കും. മതി അമ്മച്ചി. ഉള്ളത് മുഴുവൻ കുടിക്കും. മോള് കുറച്ച് കിടന്നു, അമ്മച്ചി ഇവിടെ ഇരിക്കും. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാന്നരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിലവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാതിൻ സുതരെ നിത്യത്തിലും നിൻ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ അമ്മച്ചി കനമുണ്ടേ. പയ്യെ പയ്യെ. അയ്യോ അമ്മച്ചി, ഇതൊക്കെ ഇപ്പൊ എന്നാത്തിന് അമ്മച്ചിയുടെ കാര്യം. ആൾക്കാർ ഇതിപ്പോ കണ്ട എന്നാ പറയുന്നു? ഇതിവിടെ കിടന്ന ചെതലരിച്ച് പോത്തേ ഉള്ളൂ. നോക്കിയിറങ്ങ്, നീ സൂക്ഷിച്ച്. കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പുറത്തോണ്ടി നല്ലോണം വൃത്തിയാക്ക്. തോമസ് കുട്ടിക്ക് വേണ്ടി പണിയിച്ചതാ.
ഡാ കുഞ്ഞിന് കിടക്കാനുള്ളതാ. ഒരു തരി പൊടി പോലും കാണരുത്. വൃത്തിയായിട്ട് തുറക്കേ. മോളെ പിന്നെ അടക്ക് കഴിഞ്ഞാൽ ഉടനെ മിറ്റമൊക്കെ മണ്ണിട്ട് പൊക്കണം. വെള്ളം കയറാത്തൊരു മുറിയും പണിയണം. കുഞ്ഞ് വന്നാൽ പിന്നെ ഇങ്ങനെ എന്നും വെള്ളം പൊങ്ങിയാൽ ഒക്കത്തില്ല. എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ അമ്മച്ചി. ആ സമയം പെട്ടെന്നങ്ങ് പോവും. ഈ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ. പാടവും പറമ്പൊക്കെ ഞാൻ നിന്റെ പേരിൽ എഴുതി വയ്ക്കാൻ പോകും. എന്തിനാ അമ്മച്ചി? എന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതന്നെ മോളെ, ഇത് നിന്റെ വീടല്ലേ. നീ എന്നും എന്റെ കൂടെ നിൽക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്തെങ്കിലും ഇറങ്ങോ? പറഞ്ഞു. അമ്മച്ചിയുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കാരണം എനിക്ക് ശ്വാസം മുട്ടുവാ രാജി. ഇന്നതാ തോമസ് കുട്ടിയുടെ പഴയ തൊട്ടിലൊക്കെ എടുത്ത് മുറിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടക്ക് കഴിഞ്ഞ പാടവും പറമ്പും ഒക്കെ എന്റെ പേരിൽ എഴുതി വെക്കുമെന്നാ പറയുന്നേ. ആ പാവം എന്റെ അടുത്തുനിന്നൊന്നും മാറി നിൽക്കുന്ന പോലും ഇല്ല രാജീവ്. അഞ്ജു, ഞാൻ ആ ഫുഡ് ട്രക്കിന്റെ പരിപാടിയൊക്കെ വിട്ടു. ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് ശരിയാവും. നീ അതുവരെ ഒന്ന് കാക്ക് പ്ലീസ്. നീ ഫുഡ് ട്രക്ക് പരിപാടി വിട്ടോ? അതൊക്കെ വൻ പണിയാണ്. അതോ അവള് സമ്മതിച്ചില്ല? അപ്പൊ നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അവൾക്ക് വേണ്ടി നിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാൻ. ഒരിക്കൽ പണിയിട്ടിട്ട് നീ പഠിച്ചില്ലേ? എത്ര നേരമായിട്ട് വിളിക്കുക ഞാൻ? നീ എന്നെ ഫോൺ എടുക്കാതെ. ഹലോ ഹലോ അഞ്ജു. ഹലോ എടി കേൾക്കുന്നില്ലേ? ഹലോ അഞ്ജു. ഹലോ. എന്നാ ഷേബേ, നിന്റെ അനിയനല്ലേ? നിനക്കൊന്നും ചെയ്യാൻ മേലേ? എന്റെ അമ്മയെ നമ്മളും ഒക്കെ പ്രസവിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല എനിക്ക് ഞാൻ ചെയ്തോളാം. ചെല്ല്. മോളെ ആ പത്രത്തിൽ കൊടുക്കണ്ട ഫോട്ടോ എടുത്തേ. ഇതിലവനൊട്ടും ചിരിയില്ലല്ലോ. നിക്കേ. അമ്മച്ചി എന്നായി ചെയ്യുന്നേ? ഒരിക്കൽ വീണത് ഓർമ്മയില്ലേ? ഞാൻ പറയുന്നത് കേട്ടെ. ഇന്ന് ഇറങ്ങി ഇറങ്ങി. ആ അതൊക്കെ
ഞാൻ ഇതെപ്പോഴും എടുക്കാനുള്ളതാണേ. എന്നാത്തിനാ ഇത് ഇവിടെ വെച്ചേക്കുന്നേ? അവിടെ വെച്ചേക്ക്. ഇതെന്നാ അമ്മച്ചി വേണ്ട? ഞാൻ എടുത്തോളാം, നീ ഇവിടെ വെച്ചിട്ട് പോ. ഞാൻ അമ്മച്ചി പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പെട്ടെന്നല്ലേ ഓരോന്ന് അറിയുന്നത്. കൂടെ നീ ഫോണും എടുത്തോണ്ട് പോയി ദൂരെ മാറി നിന്ന് സംസാരിക്കുന്ന ആരോടാ? പക്ഷെ എന്റെ ഫ്രണ്ട് മറിയ, അമ്മച്ചി അറിയത്തില്ലേ? മറിയെന്നാണോ അവന്റെ പേര്? അമ്മച്ചി അതെന്റെ കോളേജിലുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. തോമസ് കുട്ടി വയ്യാതെ കിടക്കുമ്പോഴൊക്കെ ഒരുപാട് കൂടെ നിന്നിട്ടുണ്ട്. തോമസ് കുട്ടിക്ക് അറിയാവുന്ന. പിന്നെ അതിന്റെ പേര് മാറ്റിയിട്ടെ? പപ്പായ്ക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. പൊതുവെ പപ്പായ്ക്ക് ഞാൻ ആൺകുട്ടികളായിട്ട് കൂട്ടുകൂടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പേര് മാറ്റിയതാ. എന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ആദ്യമായിപ്പോയി. ഭർത്താവുള്ളൊരു പെണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരി, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ ഇനി മിണ്ടത്തില്ല. നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് നീയും കുഞ്ഞുമല്ലാതെ വേറെ ആരുമില്ല. ആ മോളെ, ഞാൻ ഈ മുറിയൊക്കെ ഒന്ന് അടുക്കുമായിരുന്നു. കുഞ്ഞവന്റെ അപ്പനെ കണ്ടോണ്ട് വേണ്ടേ വളരാൻ. അത് നിന്റെ ഫ്രണ്ടാണോ? അമ്മച്ചി ഞാൻ പറയാം. അമ്മച്ചി നീ വിളിക്കണ്ടെന്ന് പറയാം. വേണ്ട, നീ മിണ്ടിക്കോ. ശല്യമാവാതെ സൂക്ഷിക്കണം. ഞാനേ ഷേബ അവനുമായിട്ടുള്ളൊരു ഫോട്ടോ അതെവിടാന്ന് തപ്പിക്കൊണ്ടിരിക്കുക, കാണുന്നില്ല. ഷേബേ, അഞ്ജു, അഞ്ജു, നമുക്കിവനെ തോമസ് എന്ന് വിളിക്കാം അല്ലേ? തോമസ് കുട്ടി. അനങ്ങുന്നുണ്ട്. ഇവനെന്താ എന്നെ പപ്പാന്ന് വിളിക്കാത്തെ?
നമുക്ക് പോവാം. എന്ത് പറ്റി? നമുക്ക് പോവാം. എവിടെ പോകും നമ്മള്? എവിടെ താമസിക്കും? ഒന്നും ശരിയായിട്ടില്ല. ഞാൻ പിന്നെ എന്തോ വേണമെന്നാ നീ പറയുന്നേ? അഞ്ജു, എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നവരെ കാക്ക്. അല്ലെങ്കിൽ ലീലാവ് പറഞ്ഞ സ്ഥലം കിട്ടട്ടെ. സ്ഥലത്തിന്റെ കാര്യം നീ വീട്. അഞ്ജു, എനിക്കായിട്ടൊന്നും വേണ്ട അഞ്ജു. ഞാൻ ഇതുവരെ എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിക്കാൻ എനിക്കറിയാം. നിനക്കും കുഞ്ഞിനും വേണ്ടി ഞാനീ പറയുന്നു. ഒന്നും വേണ്ട, നമുക്ക് നിനക്ക് കിട്ടുന്ന വെച്ച് ജീവിക്കാം. പോവാം നമുക്ക്, പ്ലീസ്. അഞ്ജു, അത് എനിക്ക് തന്നെ തികയുന്നില്ല. കണ്ടവൻ ഒഴിച്ചു കൊടുത്ത് വെച്ചിൽ ആരെയും കിട്ടുന്നോണ്ട് നമുക്കൊരു കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ലടി. അഞ്ജു, ഇനി നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ. നീ തന്നെ ഇട്ടിട്ട് വേറെത്തിനെ കിട്ടിയപ്പോ എനിക്ക് നല്ല സങ്കടമായിരുന്നു. എന്നിട്ട് നിനക്ക് നല്ലത് പറഞ്ഞതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും നമ്മള് അടുത്തപ്പോ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി. അപ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് അത്ര നിന്നെ ഇഷ്ടമാണ് അഞ്ജു. ഞാൻ ഇതുവരെ ഒരാളെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. നിനക്ക് വൈകി നീ തിരിച്ചു പോകണ്ട. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. പൊക്കോളാം. മോളെ, നീ നോക്കി, ഇതിലേത് നിറവാ നിനക്കിഷ്ടം? നീല എടുക്കട്ടെ. തോമസ് കുട്ടിക്ക് നീല നിറവാ ഇഷ്ടം. പണ്ട് അവനൊരു നീല ഉടുപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് അവൻ താഴെ ഇറങ്ങത്തേയില്ല. വിളിങ്ങ വന്നേ. എന്റെ കുഞ്ഞിനോട് ഞാനൊന്ന് മിണ്ടിക്കോട്ടെ. മോനെ തോമസ് കുട്ടി, അമ്മച്ചിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. എന്നാ മോളെ, നിനക്ക് എന്തായാലും വയ്യാഴിയുണ്ടോ? അടുത്ത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ മച്ചി. നിനക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ മോളെ? അതല്ല, നിന്റെ വീട്ടുകാർക്ക് നീ ഇവിടെ നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. എനിക്ക് പോണാ മച്ചി. നിന്റെ വീട്ടിൽ എന്തുണ്ട് മോളെ? എന്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്താനാണോ? ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. പിന്നെ മച്ചി കൂടുതലൊന്നും ചോദിക്കരുത്. എന്നാ നിനക്കിഷ്ടമുള്ളടത്ത് നിനക്ക് പോവാം. എന്റെ മോന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഇല്ല മച്ചി, ഇതെന്റെ കുഞ്ഞാ. അടക്ക് കഴിഞ്ഞാ ഞാൻ പോവും.
കൊച്ചിനെ സ്കൂളിൽ വിടാൻ പറഞ്ഞ് അവിടെ നിന്നും വിളിയാ. ഞാൻ എന്നാ പറയാനാ? എല്ലാം എന്റെ തലയില. ഇന്നിപ്പോ 7 ആയില്ലേ അമ്മേ? വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി വലിയ മഴ പെയ്തില്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ അടക്കാം. എന്തായാലും ഇല്ലമ്മേ, അടപ്പിന് ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകാൻ പറ്റില്ല. വെള്ളമാണല്ലേ? മോട്ടർ അടിച്ചു വെള്ളം അതേ ഉള്ളൂ. അഞ്ചു എന്ത് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ മരുന്ന് വാങ്ങാനും മറ്റോരോ കാരണങ്ങൾ പറഞ്ഞ് ടൗണിൽ പോയിക്കൊണ്ടിരുന്നത് അവനെ കാണാനായിരുന്നു. എത്ര നാളായി നീ അവനും തമ്മിൽ അടുപ്പം തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ നിന്നെ സ്നേഹിച്ച്. അതോർത്തെങ്കിലും ഉള്ളത് പറയണം. ഈ കുഞ്ഞ് തോമസ് കുട്ടിയുടെ അല്ലേ? സത്യമേ പറയാവൂ. അല്ല അമ്മച്ചി, തോമസ് കുട്ടിയുടെ അല്ല. നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. അമ്മ, ഈ മരുന്നെങ്കിലും ഒന്ന് കഴിക്ക്. അമ്മ അപ്പൂസിനേക്കാളും കഷ്ടമാ. വയ്യാതായ ആരാ ഉള്ളേ? സിസ്റ്റർ ആൻറ്റി, ഞാൻ ചായ എടുക്കാം. നീ വന്നില്ലല്ലോ. ഒരു ജീവനോടെ കാണാൻ നീ വന്നില്ലല്ലോ. എന്റെ കുഞ്ഞൊറ്റയ്ക്ക് ആശുപത്രിയിൽ എനിക്ക് ആരുമില്ല. അഞ്ചു, അപ്പുറത്തെല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാമേ. ചുമ്മാ പിച്ചും പയ്യും പറയാതെ അവിടെ വന്നിരിക്കും പെണ്ണേ. എന്നാ മോൻ തീരെ വയ്യേ? മോന് വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഓ, പണ്ട്
വെള്ളപ്പൊക്കവും മഴയൊക്കെ അവനെ എന്നാ പേടിയായിരുന്നു. ചേച്ചി ഉന്തിത്തള്ളിയല്ലേ അവനെ നീന്തൽ പഠിപ്പിച്ചേ. പിന്നെ അവൻ ആറ്റിന്ന് കയറത്തില്ല. അവന്റെ തൊട്ടിലല്ലേ ഇത്? ചേച്ചി, നമുക്ക് അവന്റെ കുഞ്ഞില്ലേ? ഇനി അവന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് അവന്റെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്താം. അത് ചേച്ചി നല്ലപോലെ ചെയ്യുന്ന എനിക്കറിയാം. റോസമ്മ, ഞാനേ അപ്പൂസിനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. നീ ഇരിക്ക്. ശക്തിയില് ചേച്ചി, ഓ അപ്പുറത്ത് അന്വേഷിക്കുന്നുണ്ട്. ചെന്നേ. ഞാൻ അതാ വരുന്നില്ല. നമുക്ക് അകത്തേക്ക് പോവാം. പോയി കഴിക്കാട്ടോ. പയ്യെ ഇറങ്ങിക്കേ. നമ്മൾ കഴിക്കേ. മോളെ നിക്ക, ഓടല്ലേ, കഴിച്ചിട്ട് പോകും. നീ എന്നിട്ട് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, റോസമ്മ ചോദിക്കുവാണേ. തോമസ് കുട്ടിയെ ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവന്റെ കുഞ്ഞുണ്ടല്ലോ, അതിനെ നമുക്ക് പൊന്നുപോലെ വളർത്താം. ഞാൻ എന്നാ പറയാനാ? ഈ കുഞ്ഞിനെ ഞാൻ ഒരു വഴങ്ങ് ആഗ്രഹിച്ചു പോയി. തിരിച്ചെടുക്കാൻ അന്ന് എന്നെ ഇങ്ങനെ കൊതിപ്പിക്കല്ലായിരുന്നു നീ. എന്റെ അമ്മ എന്തുമാത്രം വേദനിച്ച് അവന് ലോകത്തുനിന്ന് പോയി. അവന്റെ ആത്മാവിനെ കൂടെ നീ നോവിക്കില്ലേ കൊച്ചെ? അല്ല, നാട്ടുകാരുടെ ബന്ധുക്കാരുടെ മുമ്പിൽ ഒരു കഴിവെട്ടനാണെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. നിനക്ക് എന്റെ കൂടെ നിന്നൂടെ? എനിക്കിനി വയ്യ അമ്മച്ചി. അടക്ക കഴിഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ പോവും. ഇവിടെ നിന്ന് ഞാൻ അമ്മച്ചിയെ വിഷമിപ്പിക്കത്തില്ല. ലീലാമ്മേ, എന്റെ മോക്ക് എന്നെ പറ്റി? അവൾ എന്നെ ലീലാമ്മയോട് പറഞ്ഞ്? അടക്കം കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് പോകണമെന്ന്. എങ്ങോട്ട്? പറഞ്ഞ ജോർജ്, ഞാൻ വിളിക്കാം. നിനക്ക് അവന്റെ കൂടെ പോണോ? അല്ലടി, ഹലോ അഞ്ജു. നിനക്ക് നാണോ ചിലപ്പോ നീ കണ്ടവന്റെ ഭാര്യയുടെ പുറകെ നടക്കാൻ? നീ എന്റെ കൊച്ചിനെ വിളിക്കുകയാണ് ഞാൻ വെച്ചേക്കില്ല കേട്ടോ. കെട്ടിയനെ കുഴിയിലെടുക്കുന്നതിന് മുമ്പ് അവന്റെ കൊച്ചിനെ കൊണ്ട് നിനക്ക് മറ്റവരുടെ പോണം അല്ലടി? എപ്പോഴെങ്കിലും എന്റെ സന്തോഷത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ട് കരഞ്ഞു പറഞ്ഞല്ലേ എനിക്ക് രാജീവനെ കെട്ടണോന്ന്. നിർബന്ധിച്ച് തോമസ് കെട്ടിച്ചതല്ലേ?
ഞാൻ ഇവിടെ നരകിക്കുവാ, എനിക്കിവിടെ മടുത്തു. ഞാൻ എത്ര ഇവിടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ പറഞ്ഞ് സഹിക്കാൻ എത്ര സഹിച്ചില്ലേ? ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, പറ്റത്തില്ല എനിക്ക്. നിങ്ങൾ വളർത്തിന്റെ ഗുണമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. നീയും കൂടി തുടങ്ങാതെ, ഇതൊരു മരണ വീടാ. ഇവളുടെ ബന്ധം മറച്ചു വെച്ച് കല്യാണം നടത്താൻ നീക്കൊരു നാണം ഇല്ലായിരുന്നു. അതിന് നാണമാനം വേണ്ടേ? നിങ്ങളുടെ കുടുംബത്തിന് പരിദോഷം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. അതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തിപ്പോൾ നിനക്ക് മതിയായല്ലോ. മോളെ, നീ ഒരു കാര്യം ഓർത്തോ, വിലയും കൂലിയില്ലാത്ത ആ ഹിന്ദു ചെറുക്കനോടൊപ്പം പൊറുക്കാന്ന് നീ വിചാരിക്കണ്ട. നീ അതങ്ങ് മറന്നിക്കേ. മോന് വേണ്ടിയ പപ്പ ഇത്ര നാളും ജീവിച്ച് നീ അങ്ങനെ വിഷമിപ്പിക്കരുത്. എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും നടക്കത്തില്ലടി. ഞാൻ വന്ന് രണ്ടെണ്ണം അടിയടാ. ആ ഷെയർട്ടില്ലെന്ന് കരുതി അടിക്കാതിരിക്കണ്ട. പരിടാ രാജു നീ വേടാ. ആംബുലൻസുകാരോട് പറഞ്ഞിട്ടുണ്ടോ? നല്ല ബോഡി എടുക്കും. ഇതിപ്പോ 2 ആഴ്ചയായി. ശരി. മോട്ടർ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ അഞ്ജുനെ കണ്ടിരുന്നു. അവർക്ക് നല്ല സുഖമില്ല. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും ശാശ്വതമാകും. അഞ്ജു, നിന്റെ തനി ഗുണം നാട്ടുകാരെ കൂടി അറിയിക്കാനാണോ പുറപ്പാട്? വന്ന് പ്രാർത്ഥനിക്കും.
അഞ്ജു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അന്ന് നിന്നെ ഞാൻ കൂടെ കൊണ്ടുവരുന്നത് ഇങ്ങനൊന്നും ആവത്തില്ലായിരുന്നു. അല്ലേ? നീ പൊക്കോ, പപ്പ നിന്നെ കണ്ട വെച്ചേക്കത്തില്ല. നീ വാ, നമുക്ക് പോവാം. ഇപ്പോഴോ? എങ്ങനാ രാജീവ്? ഓരോ വരുന്നുണ്ട്, നീ പൊക്കോ പൊക്കോ. ലീലാമ്മേ, സെമിത്തേരിയിൽ വീണ്ടും വെള്ളം കയറി. ടൗണിലെ പള്ളിയിൽ അടക്കത്തിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കട്ടെ. വെള്ളം ഉടനെ ഇറങ്ങും. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കും. ഇവിടുത്തെ പള്ളിയിൽ ഞങ്ങളുടെ കുടുംബക്കല്ലറയിലെ അവനെ അടക്കാനെ പറ്റുന്നു. നമ്മൾ ഇത്ര നാളും കാത്തില്ലേ? വെള്ളം ഇപ്പൊ ഇറങ്ങുമെന്ന് വെച്ചിട്ടാ. ഞാനാരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. പോകേണ്ടവർക്ക് പോവാം. ഈ കുടുംബത്തിനെന്നും പറഞ്ഞൊരു പേരും മഹിമയൊക്കെ ഉണ്ട്. അതിൻ്റെതായ രീതികളും ഉണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. ഇത് മൊബൈൽ മോസ്റ്ററിയാ. 1-2 ദിവസത്തിൽ കൂടുതൽ തോമസ് കുട്ടി അതിൽ കിടത്താൻ പറ്റൂല. കുറച്ചു കഴിഞ്ഞാൽ ബോഡി മോശമാകാൻ തുടങ്ങും. എത്ര കാക്കേണ്ടി വന്നാലും ഇവിടുത്തെ കല്ലറ അവന്റെ ചാച്ചന്റെ കൂടെ തന്നെ വേണം അവനെ അടക്കാൻ. നാളെ എന്നെ അഞ്ജു, എന്നെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാത്ത? ഞാൻ അങ്ങോട്ടില്ല. ആൾക്കാർ അതും പറഞ്ഞു തുടങ്ങി. ഈ വീട്ടിന്റെ മാനം നീ കളയരുത്. ഞാൻ അയ്യോ, ഇനി എന്നെങ്ങനെ വിളിക്കരുത്. അസൂയക്കാരി കുടുംബത്തിന്റെ നാശം കാണാൻ നോക്കിയിരിക്കുക. എന്റെ ജീവനുള്ളപ്പോൾ ഞാൻ അതിന് സമ്മതിക്കത്തില്ല. പോയി നിന്റെ കെട്ടിന്റെ അടുത്തിരിക്കുക. എനിക്കൊട്ടും വയ്യാന്ന് പറഞ്ഞ അവിടെ ആർക്കും മനസ്സിലാവത്തില്ലേ? സിസ്റ്റർ ആന്റിങ്ങളൊന്ന് പറ. ചേച്ചി, അവൾക്ക് വൈകി കിടന്നോട്ടെ. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് തുള്ളാൻ നിന്നാ അതിനെ സമയം ഉണ്ടാവത്തുള്ളൂ. റോസും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്നത്. എല്ലാം അറിഞ്ഞിട്ടും അവൾ നമ്മുടെ തോമസ് കുട്ടിയെ കെട്ടിയില്ലേ? നല്ലപോലെ നോക്കിയില്ലേ ചേച്ചി? എല്ലാം അറിഞ്ഞിട്ടെന്ന് വെച്ചാ പണ്ടങ്ങാണ്ട് അവൻ്റെ ഒരു തലവേദന വന്നു. അതിന് നീ ദീനം പിടിച്ച് കിടന്നപ്പോഴാ അപ്പം പള്ളി നേർച്ച നേർന്നതും നീ കന്യാസ്ത്രീ ആയത്. ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ? കുടുംബമില്ലാത്തതിന്റെ അസൂയ നീ എന്നോട് കാട്ടരുത്. കൊള്ളത്തില്ല. എന്നെ അറിഞ്ഞിട്ടെന്താ സിസ്റ്റർ ആന്റി പറഞ്ഞേ? ഒന്നുമില്ല മോളെ, മോൾ കിടന്നു. മോളെ, നീ അമ്മച്ചിയുടെ മരുന്നങ്ങ് വാങ്ങിച്ചേക്ക്. ഒരുമിച്ച് മേടിച്ചാ പോരാ അമ്മച്ചി? അല്ല, അത് ഏതാന്ന് അറിയത്തില്ലല്ലോ. തോമസ് കുട്ടി, മരുന്നിന്റെ ലിസ്റ്റ് എവിടെ വെച്ചു? അകത്തന്നെ ശരി. മോളെ, അതല്ല മോക്കറിയാം.
കൈക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? ഇതുകൊണ്ട് നാം പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. ഇതുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേൽ നീ അവന്റെ പാപങ്ങളിൽ രക്ഷിക്കും. നീ എന്തിനാ ഇപ്പൊ ഇത് കൊടുത്തോണ്ട് അങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞിരുന്നോ? പണ്ടെങ്ങോ അവന്റെ തലയിലൊരു മുഴ വന്നു, അത് ചികിത്സിച്ച് ഭേദമായി. അതിനിപ്പോ എന്താ? അത് തന്നെയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് വന്നേ? അത് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വീണ്ടും ആ രോഗം വരുമെന്നോ അവനെയും കൊണ്ട് പോകുന്നോ ഞാൻ അറിയുന്നുണ്ടോ? കർത്താവ് എന്നെ വിചാരിച്ചു. കർത്താവിനെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയപ്പോഴൊക്കെ എന്നെ ഒഴിവാക്കിയത്. എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോട് ഇങ്ങനെ? നീ എന്നോടും എന്റെ മോനോടും ചെയ്തതിനേക്കാൾ വലുതല്ല ഇതൊന്നും. നിങ്ങളും നിങ്ങളുടെ മോനും ഇത് അർഹിക്കുന്നുണ്ട്. മരിക്കാൻ പോകുന്ന ഒരാളെന്റെ തലയിൽ കയറ്റി വെച്ചിട്ട് അപ്പുറത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ പറ്റിയേച്ചി? ചേച്ചിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോളുടെ വീട്ടുകാർക്ക് അസുഖത്തിന്റെ കാര്യം അറിയാതിരിക്കില്ല. കല്യാണത്തിന് മുമ്പേ അവർ അന്വേഷിച്ച് കാണത്തില്ലേ? വലിയ കുടുംബക്കാരാണ്, തറവാട്ടുകാരാണെന്നൊക്കെ വിചാരിച്ച് അന്വേഷിച്ച് കാണത്തില്ല. ഇങ്ങനെ പറ്റിക്കുന്നാരും വിചാരിക്കില്ലല്ലോ. സിസ്റ്റർ, എനിക്ക് എങ്ങനെ ഇതിന് കൂട്ടുവെക്കാൻ പറ്റേ? ആരോട് ഉത്തരം പറഞ്ഞില്ലെങ്കിലും കർത്താവിനോട് ഉത്തരം പറയേണ്ടി വരും സിസ്റ്റർ. അത് ഓർത്താ മതി. മോളെ, നിങ്ങളുടെ ഇടവകയിലെ കൊച്ചച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാ. എന്നോടൊന്ന് കള്ള പറയാതിരിക്കും. കൊച്ചച്ഛനും മോളുടെ അപ്പനുമായി നല്ല അടുപ്പമല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് മോളുടെ അപ്പൻ ഒരിക്കലും വിചാരിച്ചു കാണില്ല. മോളെ, ഇവിടെ മടുത്തുനിന്ന് അവള് നിന്നോട് കുറെ പറഞ്ഞായിരുന്നു. ഇജി, അവക്കോട് വയ്യാന്ന് നീ എന്താ എന്നോട് പറയാൻ? കൊച്ചച്ഛൻ പപ്പയോട് പറഞ്ഞായിരുന്നോ? എന്ത്? തോമസ് കുട്ടിക്ക് കല്യാണത്തിന് മുന്നേ ട്യൂമർ ഉണ്ടായിരുന്ന കാര്യം പപ്പയ്ക്ക് അറിയായിരുന്നോ? നീ എന്ത് പിച്ചുമ്പോയി പറയുന്നത്? അതറിയായിരുന്നു ഞാൻ ഈ കല്യാണം നടത്തുമായിരുന്നു. അത് തന്നെ എനിക്കും അറിയണ്ടേ? പപ്പ എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത്? നിനക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? എനിക്ക് പപ്പയെ വിശ്വാസമില്ല. അഞ്ചു നിർത്ത്. പപ്പയ്ക്കൊന്നും അറിയില്ല. എന്തറിയില്ല? കൊച്ചച്ഛൻ വീട്ടിൽ വന്നപ്പോ പപ്പ അവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. നീ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയ വലിയ വീട്ടിൽ നിന്ന് ഒരു ആലോചന വന്നപ്പോ നിനക്ക് ദോഷം വരുന്ന എന്തേലും കാര്യം അമ്മ ചെയ്യോ മോനെ? അസുഖം വീണ്ടും വന്നപ്പോ എന്താ എന്നോട് പറയാത്ത? അപ്പോഴെങ്കിലും പറയായിരുന്നല്ലോ അമ്മേ. ഈ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് ഞാൻ അറിയാൻ.
നിങ്ങളെപ്പോഴും പറയാറില്ലേ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സന്തോഷം കണ്ട് ദൈവത്തിന് അസൂയയാന്ന്. ദൈവത്തിനൊന്നല്ല, സാധാരണ മനുഷ്യന്മാർക്ക് പോലും കണ്ട് അസൂയപ്പെടാൻ എന്താ ഉള്ളത് നിങ്ങളുടെ കുടുംബത്തില്? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ചാച്ചൻ തോമസ് കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കോ, ഉമ്മ വയ്ക്കോ, നിന്നൊന്നും മോനേന്ന് വിളിച്ചു പോലും സ്നേഹിച്ചിട്ടില്ല. എല്ലാരും ഒത്തൊരു നല്ലൊരു ഓർമ്മ അതുപോലും ഉണ്ടായിരുന്നില്ല തോമസ് കുട്ടിക്ക്. അതെങ്ങനെയാ? അങ്ങനെ ചാച്ചൻ നിങ്ങളുടെ കൂടെ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ആ, മരിക്കാൻ കിടക്കുമ്പോ ഒരു വാച്ച് ഊരിക്കൊടുത്തു. അതാ സ്നേഹം. ഇനി ആരെതിർത്താലും എന്ത് പറഞ്ഞാലും ഞാൻ രാജീവിന്റെ കൂടെ തന്നെ ജീവിക്കും. നിന്റെ കെട്ടിയോന് ഈ തണുത്ത് വിറങ്ങലിച്ച് ഇവിടെ കിടക്കും. കല്യാണം കഴിച്ച മാത്രം കെട്ടിയോടാവൂ? തോന്നുമ്പോഴൊക്കെ കൂടെ കിടക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനും മതിയായിരുന്നല്ലോ എന്നെ. സ്നേഹത്തോടൊന്ന് തൊടുവോ, ഒന്ന് നോക്കുപോലും ചെയ്തിട്ടില്ലേ മനുഷ്യൻ? ഭർത്താവുള്ളപ്പോ തന്നെ വേറൊരുത്തിനോട്ട് ബന്ധം ഉണ്ടാക്കുക, അവന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുക, ഇതൊന്നും ഇതിനു മുമ്പ് ഈ വീട്ടിൽ നടന്നിട്ടില്ല. നീ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അഞ്ചു. രാജീവും ഞാനും തമ്മിലുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം നിങ്ങളുടെ കെട്ടിയോ നിങ്ങൾക്കത് തന്നിട്ടില്ല. അതൊന്നും മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ നിങ്ങൾക്ക്? താൻ എന്തോടെ കാണിക്കുന്നത്? തനിക്ക് പണി അറിയാമെങ്കിൽ വേറെ ആരെങ്കിലും ലഭിച്ചിട്ട് പോകും. മതി മതി മതി. ഒത്തിരി കല്യാണം മുടങ്ങിപ്പോയതുകൊണ്ടാ അവരോട് ഞാൻ അസുഖത്തിന്റെ കാര്യം പറയാതിരുന്നു. നീ നേരത്തെ അവരെ അറിയിച്ചത് നന്നായി. എന്റെ മനസ്സിന്റെ ഭാരം അത്രയും കുറഞ്ഞല്ലോ. തോമസ് കുട്ടി സന്തോഷമായിട്ടിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചു. അല്ലാതെ അവളെ ചതിക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും ഞാൻ അവളോടൊക്കെ പറയണമായിരുന്നല്ലോ. അവർക്ക് കല്യാണത്തിന് ഇഷ്ടമേ ഇല്ലായിരുന്നെന്ന് അവരും നമ്മളെ അറിയിച്ചില്ലായിരുന്നല്ലോ. നിനക്ക് കുടുംബം ഇല്ലാത്തത്, എനിക്ക് കുടുംബം ഉള്ളത് രണ്ടും ഒരുപോലെ. അവിടെ വയ്ക്ക്, കൊണ്ടുപോവാ. ഇവിടെ വയ്ക്ക്, കേട്ടോ.
അതവിടെ തിരിച്ച് 2 സ്ഥലത്ത് വെച്ചല്ലോ. നീ തുടച്ചു. ആ ജോർജ് വന്നേ. എന്നാലേ തന്നെ തോമസ് കുട്ടിയായിട്ട് അഞ്ജുവിന് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റിയില്ല എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവന്റെ അസുഖം മാറണേന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. അസുഖം ഉണ്ടായിരുന്നു അറിഞ്ഞാൽ ഞാൻ ഈ കല്യാണം നടത്തില്ലായിരുന്നു. ജിജിക്കറിയായിരുന്നല്ലോ. അവക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കെട്ടാൻ നിങ്ങൾ സമ്മതിച്ചില്ല. നിർബന്ധിച്ച് തോമസ് കുട്ടിയെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾ അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കണം. ആ ഇഷ്ടം നടക്കണമെങ്കിൽ ഞാൻ മരിക്കണം. അത്രയ്ക്ക് വേണോ ജോർജ്? ലീലാമേ, ഞാൻ ഇന്നുവരെ നേരം നിറയുമ്പറ്റി ജീവിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നേക്കാളും കാശും കുടുംബ മഹിമയൊക്കെ ഉണ്ടാവും എന്ന് വെച്ച്. എന്ത് കുടുംബ മഹിമ? എന്ത് നേരുന്നറിയും? മക്കള് സന്തോഷമായിട്ട് ജീവിച്ചില്ലേ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്താ നേട്ടം? ജോർജിന്റെ മോളാവളു. നിങ്ങളുടെ വാശി അവക്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ഉടനെ അവള് പോകുമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അടക്ക് നീട്ടിവെച്ചത്. എങ്ങാനും അവിടെ മനസ്സൊന്നും മാറിയാലും നീ അത് വേണ്ട. ജോർജ് പറഞ്ഞതുപോലെ ടൗണിലെ പള്ളി നമുക്ക് അടക്കം നടത്താം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം എത്രയും പെട്ടെന്ന്. പിന്നെ അവൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പഴയ വാശിയും കൊണ്ട് കിടന്ന അവൾ നരയിക്കത്തേ ഉള്ളൂ. അത് വേണം. പപ്പ എന്തേലും ഒന്ന് മിണ്ടിയിട്ട് പോ. ലീലാമ്മ നിനക്ക് വേണ്ടി കുറെ സംസാരിച്ചു. പറ്റുമെങ്കിൽ അടക്കം കൂടിയിട്ട് പോകും. പപ്പ നിക്ക്. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, പറയണ്ട. ഇനി അതും പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിക്കണ്ട. പൊയ്ക്കോ. എന്റെ പൊന്നഞ്ചു, നീ ഒന്ന് വിളിച്ചല്ലോ. എങ്ങനെയുണ്ട് നിനക്കിപ്പോ അവിടെ? നീ നമുക്ക് താമസിക്കാൻ ഒരു വീട് നോക്കിക്കോ. നിന്റെ കൂടെ പൊക്കോളാൻ പപ്പ സമ്മതിച്ചു. ശരിക്കും? തോമസുട്ടിയുടെ അസുഖമില്ലേ, അത് പണ്ടേ ഉണ്ടായിരുന്നതാ. അതൊക്കെ മറച്ചു വെച്ചാ ഈ കല്യാണം നടത്തിയത്. കൊള്ളാം. എന്നിട്ട് അവർ നിന്നെ ഇത്രയും അടിച്ചതും കുറ്റം പറഞ്ഞു നോക്കാം. അടക്കന്റെ അന്ന് തന്നെ ഞാൻ ഇറങ്ങാം. അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ശരിയാക്കാം. ആ പിന്നെ മറ്റേ കാര്യം എന്തായി? എന്ത്? അവര് നിനക്ക് തരാവുന്ന ഒരു സ്ഥലത്തിനെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ല. നീ ചോദിച്ചോ?
ഇല്ല. എടിയാവൊന്ന് ചോദിക്കാവോ? രാജീവ് ഇവിടെ വിട്ട് ഇറങ്ങുമല്ലേ, അത് വേണോ നമുക്ക്? എടി അതും കൂടെ കിട്ടിയാൽ നമ്മുടെ പ്രശ്നമെല്ലാം തീരും. നീ ചോദിച്ചാൽ അവർ തരാതിരിക്കില്ല. രാജീവ് എനിക്ക് എടി ഞാൻ വിളിക്കാം. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നാ? നിനക്ക് എന്താടി ഇവിടെ കാര്യം? എല്ലാവരുടെ കൂടെ പോവാൻ നിൽക്കുമല്ലേ? നാണം ഉണ്ടോടി നിനക്ക്? ഷേബേ, അമ്മ എന്നാത്തിന് ഇവളുടെ തോന്നിയാസത്തിന് ഇങ്ങനെ കൂട്ടി നിൽക്കുന്നേ? ഉണ്ടാതിരിക്കെ. ഞാനും ഷാജു അന്നേ പറഞ്ഞതാ കുടുംബത്തിന്റെ നിലയ്ക്കും വിലയ്ക്കുള്ള ബന്ധം മതിയെന്ന്. അമ്മയ്ക്കായിരുന്നല്ലോ നിർബന്ധം, ഇവള് തന്നെ വേണമെന്ന്. ഇപ്പൊ എന്തായി? നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് അവൾ അവന്റെ കൂടെ പോയി ജീവിച്ച നമുക്ക് ആർക്ക് തലപൊക്കി നടക്കാൻ പറ്റിയല്ല. അന്തസ്സില്ലാത്ത കൂട്ടങ്ങള്. നിർത്ത്. അമ്മ ഇങ്ങനെ അവളുടെ താളത്തിന് തുള്ളിയാ പിന്നെ ഞങ്ങളാരും ഉണ്ടാവേല. തോമസ് കുട്ടി വയ്യാതെ കിടന്നപ്പോൾ 2 ദിവസം നിന്നെ കൊണ്ട് ഇവിടെ നിൽക്കാനെത്തോ? അവളാ നോക്കി അവനെ. ആ സ്ഥാനം ഉണ്ട് അവൾക്ക് ഇവിടെ. ഈ ചെയ്യുന്നതിനൊന്നും തോമസ് കുട്ടിയുടെ ആത്മാവ് ഒരിക്കലും ക്ഷമിക്കില്ല അമ്മയോട്. നീ അനുഭവിക്കോടി. അവള് പറഞ്ഞത് കാര്യാക്കണ്ട, വിഷമം കൊണ്ടാ. നീ എന്നാ ചോദിക്കാൻ വന്നേ? ഒന്നുമില്ല. എടുത്തോ, നിങ്ങളൊന്ന് മാറി. വെള്ളം മൂന്ന് ഞാൻ എടുത്തു. അഞ്ചു അടക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ പോരാ. ഇവിടെ നിൽക്കാം. ഇനി അവന്മാരിവിടുന്ന് മാറുക. എല്ലാം ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വരവുള്ളൂ. എടുക്കേണ്ട അടുത്തല്ല. കഴിഞ്ഞു. അവന്റെ പാച്ചന്തി നോക്കട്ടെ. ലീലാമ്മ തോമസുട്ടിയുടെ വാച്ച് ചോദിക്കുന്നുണ്ട്. അതെവിടെ ഇരിക്കുന്നേ? അഞ്ജു,
എല്ലാം എടുത്തു വെച്ചോ? നിനക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാ എടുത്തോണം കേട്ടോ. അമ്മച്ചി ഇവിടെ വന്നിരിക്കും. മനഃപൂർവ്വം അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വെക്കരുത്. ഞാൻ വൃത്തികേടുകൊണ്ടാണ് അമ്മച്ചി. എൻ്റെ ഇന്ന് ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട്. എന്നെ വെറുക്കരുത്. ഇല്ല മോളെ, മറ്റാരെക്കാളും എനിക്ക് നിന്നെ മനസ്സിലാവും. ഇനിയെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കണം. ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ പാടവും പറമ്പുമൊക്കെ നിന്റെ പേര് എഴുതി വെക്കുക. അടക്കം കഴിഞ്ഞാൽ ഉടനെ അത് വേണം. വേണ്ട അമ്മച്ചി, അത് വേണ്ട. എനിക്കതൊരു ഭാരമാവും. ഇത് നീ വേണ്ടെന്ന് പറയരുത്. കുഞ്ഞിന്റെ ആദ്യത്തെ സ്വർണം എൻ്റെ കയ്യിൽ നിന്നാവണം. വേണ്ട അമ്മച്ചി. വേണം. അമ്മച്ചി തന്നതാണെന്ന് നീ അവനോട് പറയണം. ഇതവനെ ഇടിക്കണം. പ്രസവം കഴിയുമ്പം കുഞ്ഞിനെ ഒന്നൊന്നും കണ്ടോട്ടെ. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങ് വരാം. നിനക്കും അവനും ഇവിടെ വന്ന് താമസിക്കാം. നിന്റെയും കൂടെ വീടായത്. അധികം സമയമില്ല. എല്ലായിടത്ത് വയ്ക്കുക. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മദരാം നരരുടെ പാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവനെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാകടനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. എന്നോട് പൊറുക്കണം.
അവരുടെ സ്വത്തല്ലേ, അതെങ്ങനാ വാങ്ങുന്നേ? ഞാൻ സ്നേഹിച്ചതിന്റെ ഒരു തരിയെങ്കിലും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട്, നീ അത് വേണ്ടെന്ന് പറയത്തില്ലായിരുന്നു. പക്ഷെ നിനക്ക് എല്ലാരും കഴിഞ്ഞിട്ടില്ല ഞാനുള്ളൂ. ഒന്ന് നിന്റെ വീട്ടുകാർ, ഒന്ന് നിന്റെ ലീലാമ്മ. എന്തിനാ രാജീവ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ലേ? വേറൊരുത്തിന്റെ കൂടെ കിടന്ന് നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണില്ലേ? അതിനേക്കാൾ വലുതല്ലല്ലോ ഒന്നും. സോറി. നീ വാ, ബാഗ് എടുത്തോണ്ടോ, നമുക്ക് പോവാം. അഞ്ജു, അമ്മച്ചി പോട്ടെ, അവര് കണ്ടതിന്റെ കൂടെ വരുന്നേ. ഈ കടവിലേക്ക് വാ. അമ്മ ഇപ്പൊ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയത് എങ്ങനാ? എനിക്കൊരു മനസമാധാനവും ഇല്ല. സാരല്ല, നീ പൊയ്ക്കോ. എനിക്കിட்ட തോമസ് ഊട്ടി ഉണ്ടോ അവിടെ? വെള്ളം താഴുന്നവരെ അവളോട് നിന്നോടെ അപ്പൊ നല്ലോണം പഠിക്കണം കേട്ടോ. ഇപ്പോഴല്ലേ ഞാൻ പറയണൊന്ന് കേക്കമ്മ. അഞ്ജു, എങ്ങോട്ടാ? വീണ്ടും എന്നെ ഇട്ടേച്ചു പോകാനാണോ? എന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാ.